ദളിതൻ്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേടൻ എന്തടിസ്ഥാനത്തിലാണ് ദളിതിന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത്? അതെ, എന്റെ കാര്യങ്ങൾ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഏത് സാഹചര്യത്തിൽ, ഏത് പോയിന്റിൽ, ഏത് അവസ്ഥയിൽ സംസാരിച്ചെന്നായി പറയുന്നത്? അങ്ങനെ പറയരുത് സാർ. അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും. ഇവിടെയുള്ള ദളിതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും അവനെ ഒരു ലൈഫിൽ ഒരിക്കലെങ്കിലും കേരളം പോലൊരു രാജ്യത്ത്, കേരളം പോലൊരു സ്ഥലത്ത് അവനെ ഒരു ജാതി ഡിസ്ക്രിമിനേഷൻ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സന്മനസ് കൊണ്ട് ചെയ്യുന്നതൊന്ന്, അവർ ധരിക്കുന്നത് മറ്റൊന്ന്. വേറൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അവൻ്റെ അവസ്ഥ, അവൻ്റെ ദയനീയതയെ വിറ്റ് ലക്ഷക്കണക്കിന് രൂപയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കുറച്ച് വേണം. അൾട്ടിമേറ്റ്ലി അയാളെ മുൻനിർത്തി ഇവിടുത്തെ ദളിത് സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആക്കി മാറ്റി അയ്യങ്കാളി പരിവേഷം കൊടുത്ത് ആരാണ് കളിക്കുന്നത്? കലാപം മണിച്ചേട്ടൻ എഴുതി വെച്ചത് അയാളെ സ്വന്തം അവസ്ഥയാണ്. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടാ വരാ, ഇതൊക്കെ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ കണ്ട കാഴ്ചകൾ എഴുതിയത് എന്ന് നീ പറയും, ഞാൻ പറയില്ല, സമ്മതിക്കില്ല. ഇത് ഞാൻ സമ്മതിക്കില്ല. നമ്മൾ കേട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റുപാടിയ ഏതാണ്ട് എല്ലാ മണിച്ചേട്ടൻ പാട്ടുകളുടെയും പുറകിലുള്ള വരികൾ അല്ല ആറുമുഖൻ സാറിന്റെയാണ്. അയാൾ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? യാഥാർത്ഥ്യബോധത്തോടെ രോഹിത്ത് ചിന്തിക്കുക, അല്ലെങ്കിൽ കേൾക്കുന്നവരൊന്ന് ചിന്തിക്കുക. ഇതിനെ ഒരിക്കലും നന്മയല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ദയനീയത വിറ്റുകാശാക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഇവരെല്ലാം PR വർക്കുകൾ ചെയ്യാൻ വളരെ മിടുക്കരാണ്. ഇതൊക്കെ ട്രേഡ് സീക്രട്ട് അല്ലേ? PR വർക്കുകൾ ചെയ്യാൻ വളരെ മിടുക്കരാണ്. എന്തിനായിരുന്നു ബേജാറാവണ്? എന്തെങ്കിലും ആവട്ടെ. വേടൻ ഒരിക്കലും ഒരു മാധ്യമത്തിന്റെ മുന്നിലോ ഒരു ഇന്റർവ്യൂലോ വന്നിട്ട് ഞാൻ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഇതെല്ലാം ചെയ്യാം, പക്ഷേ നന്മവരം കളിക്കരുത്. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. ഞാൻ ഇപ്പൊ ഇത് ചോദിക്കാം, നീ ആരടാ എന്ന് ചോദിച്ചാൽ, ഞാൻ തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ സമരം നടന്ന സമയത്ത് ആ സമരവേദിയിൽ പോയി അവർക്ക് പിന്തുണ കൊടുത്ത് അവർക്ക് വേണ്ട ചെറിയ സാമ്പത്തിക സഹായം, എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാളും അറിയാതെ ചെയ്തിട്ട് വന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ വെറും മാന്യനല്ല, ലോകമാന്യനാണ്. ലോകമാന്യത്തിലകൻ നിങ്ങളെ ഒരു മഹാ എന്തോ ആണ്. വേടനങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? ഇതുപോലത്തെ ഞാൻ പറഞ്ഞൊരു പബ്ലിക്, ഇപ്പം ഒരു ആദിവാസി, അതിനുള്ള സമയമാവുന്നേ ഉള്ളൂ, ചിലപ്പോൾ ചെയ്യുമായിരിക്കും. വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും.